അപ്പം ഇതാണ് എൻ്റെ റിയൽ ആയിട്ടുള്ള സ്വർഗം. നമ്മുടെ അനിയൻ്റെ റൂമായിരുന്നു ഇപ്പം ഞങ്ങളുടെ അടുക്കള. അപ്പോൾ എൻ്റെ അച്ഛനാണ് ഇത്. ഞാൻ അച്ഛനെ പോലെയാണോ ഗൈസ്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും എന്നോട് ആവശ്യപ്പെട്ട വീഡിയോ ആണ്. ചേച്ചിയുടെ വീട് ഇതാണോ, ഇതല്ലായിരുന്നല്ലോ വീട്, വേറൊരു വീട്ടിൽ നിന്നല്ലേ ആദ്യം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്, ഇതാരെ വീടാണ്, ചേച്ചിയുടെ വീടാണോ, ചേച്ചിയുടെ വീട് എവിടെയാണ്, ചേച്ചിയുടെ അമ്മ എപ്പോഴും കൂടെയാണല്ലോ, ഇതാണോ ചേച്ചിയുടെ വീട്, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു റിപ്ലൈ ആണ്. ഇപ്പം നിൽക്കുന്ന നമ്മുടെ വീട്, ഞാൻ നിൽക്കുന്ന വീട് എന്ന് പറയുന്നത് വാടകയ്ക്കുള്ള വീടാണ്. ഞാൻ കുറേ പേർക്കൊക്കെ റിപ്ലൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വാടക കൊടുത്ത് നിൽക്കുന്ന വീടാണ്. ഇതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള വീട് എന്ന് പറയുന്നത്, ഞാൻ നിൽക്കുന്ന വീട് എന്ന് കണ്ടിട്ടുള്ളത് നിങ്ങൾ ഏട്ടൻ്റെ വീടാണ്. വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് ഏട്ടൻ്റെ വീടാണ്. എൻ്റെ വീട് ഞാൻ ഇതിന് മുമ്പ് ഒരു ഹോം ടൂർ പോലെ ചെയ്തിട്ടുണ്ട്, പക്ഷെ പലരും അത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് പുതിയ കൂട്ടുകാരാണല്ലോ, പുതുതായിട്ട് ചാനലിലേക്ക് വന്ന കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ ഇപ്പം നമ്മൾ ഇടുന്ന വീഡിയോസ് ആയിരിക്കും അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ വീഡിയോസ് ഒന്നും തപ്പിപ്പിടിച്ച് കാണാനിടയില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും ഫസ്റ്റോ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാനത് ഇട്ടിട്ടുള്ളത്. അപ്പം എൻ്റെ വീട് ഇപ്പം എവിടെയാണ്, ചേച്ചിയുടെ വീട്ടിലേക്ക് എന്താ മാറാത്തത്, എന്തിനാണ് വാടക കൊടുത്ത് നിൽക്കുന്നത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൽ കമൻസ് ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പം എല്ലാത്തിനുള്ള ഒരു റിപ്ലൈ ആണ്. ഞാനിപ്പോൾ ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീടിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടു ബോധ്യപ്പെടണം. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എൻ്റെ വീട് കാണിച്ചു തരാം. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊക്കെ കണ്ടോട്ടെ, പരിചയപ്പെട്ടോട്ടെ എൻ്റെ വീടൊക്കെ. അങ്ങനെ ഇപ്പം നമ്മുടെ വീട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എന്തായാലും അവിടെ വഴിയെ കാണാം. അപ്പം നമ്മൾ ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഓട്ടോ വരട്ടെ, ഓട്ടോ വന്നിട്ട് നമുക്ക് ഓട്ടോയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, നടന്നു പോകേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമുക്ക് ഭയങ്കര വെയിൽ, അപ്പോൾ ഓട്ടോ വിളിച്ചു പോകാം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഓട്ടോയിൽ വന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ് ഗൈസ്. കുഞ്ഞു ഒന്ന് വെയിൽ അമർന്നിട്ടോ. നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര വെയിലായിരുന്നു, അതാണ് നമ്മൾ ഓട്ടോ വിളിച്ചത്. ഓട്ടോ വിളിച്ചതുകൊണ്ട് പെട്ടെന്ന് എത്തി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുടയെല്ലാം എടുത്തത്, വെയിൽ കണ്ടപ്പോൾ. ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു പാലം കാണിച്ചു തരാം. ഈ പാലം കടന്നാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. ഞങ്ങൾക്കുള്ള ഏക ഒരു വഴി മാർഗം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, പാലം ചെരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പി അല്ല, ഈ വടി പിടിക്ക്. പാലം എല്ലാം കൂടെ ചെരിഞ്ഞ് ഒരു വഴിയിലായി. നമ്മൾ മഴയത്തൊന്നും, മഴക്കാലത്ത് നമുക്ക് ഇതിൽ നടക്കാൻ പറ്റില്ല കേട്ടോ, തോട്ട് കിടക്കും എല്ലാവരും. കണ്ടോ, ചെരിഞ്ഞ് കിടക്കുന്ന ചെരിഞ്ഞ പാലാണിത്. അപ്പം നമ്മൾ വീഴാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ വടി വെച്ചിട്ടുണ്ട്. നമുക്ക് പിടിച്ചൊന്ന് നടക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പ് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതും ഭയങ്കര സുരക്ഷിതമൊന്നുമല്ല, കാലൊന്ന് തെന്നിയാൽ തോട്ട് കിടക്കാം. ഇപ്പോൾ തോട്ടിൽ വെള്ളമൊന്നുമില്ല, പക്ഷെ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇവിടെ വെള്ളം കയറും, ഈ പാലെല്ലാം മുങ്ങും. ഏതോ ഒരു മഴക്കാലത്താണ് ഈ പാലിങ്ങനെ മുങ്ങിയത്, ചെരിഞ്ഞത്. ഇപ്പം നന്നായിട്ട് ചെരിഞ്ഞത്. ഈ പാലം കടന്നിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് പോകാൻ. പിന്നെ നമുക്കൊരു വഴിയുണ്ട് കേട്ടോ, അത് ഭയങ്കര ചുറ്റി കറങ്ങി വരണം. ഇതാണ് നമ്മുടെ എളുപ്പ വഴി. പക്ഷെ ഇവിടെ പാലം വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. കണ്ടോ നമ്മുടെ പാലത്തിൻ്റെ ഒരു അവസ്ഥ ഗൈസ്, ഇതാണ്. പക്ഷേ ഈ തോട്ടിൽ വന്ന് നമ്മൾ അലക്കാറൊക്കെ ഉണ്ട് കേട്ടോ, അലക്കാറും കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വരാറില്ല. ഇവിടെ ആദ്യം വന്ന സമയത്ത് ഇവിടെ അലക്കാറുണ്ട്. ഒരു വട്ടം വന്നിട്ട് ഞാൻ കുളിച്ചിട്ടുണ്ട്, തലയെല്ലാം കഴുകി. നീന്താനറിയില്ല, വെറുതെ വെള്ളത്തിൽ കളിച്ചിട്ടുണ്ട്. കാടെല്ലാം ഇവിടെയൊക്കെ പുല്ലായിരുന്നു, എല്ലാം ചെത്തിയിട്ടുണ്ട്. മിഷ്യൻ വെച്ചത് തോന്നുന്നു. നല്ല സ്ഥലമാണ് കേട്ടോ, ഫുൾ വയലാണ്, നല്ല അടിപൊളിയാണ് വീഡിയോസൊക്കെ എടുക്കാൻ. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്, കുറച്ച് നടക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളേവരും കാത്തിരുന്ന എൻ്റെ വീട് പല വീഡിയോസല്ല, ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പുതിയ കൂട്ടുകാരൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ചേച്ചീൻ്റെ വീട് എവിടെയാ, ഇപ്പം നിൽക്കുന്ന വീട് എവിടെയാ. അതാണ് ആ ഒരു സ്വർഗം, ഞങ്ങളുടെ കുഞ്ഞി സ്വർഗം. സ്വർഗം ഇപ്പോൾ പ്രേതാലയം ആയിട്ടുണ്ടാവും മിക്കവാറും. കാരണം എന്താ പറയുന്നത്, ഫുൾ കാട് മൂടിയിരിക്കുക. അമ്മ ഞങ്ങളുടെ കൂടെയാണല്ലോ, ഇടയ്ക്കൊക്കെ വന്നൊന്ന് നോക്കുന്നല്ലാണ്ട് ഒന്നും. പിന്നെയെന്ന് പറഞ്ഞാൽ വീട് പണിയായിരുന്നു, ചെറിയ രീതിയിൽ വീട് പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അയ്യോ, വാർപ്പ് കഴിഞ്ഞ് നീ അറിഞ്ഞിട്ടില്ലല്ലോ, പോടാണെന്ന്. എന്താണ്, അപ്പോൾ ഇതാണ് വീട്. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഫുൾ വയലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കാട് കയറുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോഴാണെങ്കിൽ ഇത് നമ്മളെ മുട്ടിൽമല കേട്ടോ. നമ്മളിവിടെ നിൽക്കുമ്പോൾ ആണെങ്കിൽ കൂടി എപ്പോഴും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുല്ല് ചെത്തിങ്ങോണ്ടിരിക്കണം. അങ്ങനെയാണ് അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ. നമ്മുടെ ഒരു തൊട്ടാവാടീൻ്റെ മുള്ളു പോലെയുള്ള ചെടികളാണ്, നിറച്ചും ചെടികളാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. ഫുൾ ഇനിയിപ്പോൾ വീടതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു പ്രേതാലയം ആയിട്ടുണ്ടാവുന്നത്. കാരണം പണിയൊന്നും പൂർത്തിയായിട്ടില്ല. പണി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അനിയൻ വന്നിട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പം അടുക്കളയൊക്കെ ഇത് അടുക്കളയാണ്. ഈ വർഷം നിങ്ങൾ അടുക്കളയാണ് കാണുന്നത്. നമുക്ക് അടുക്കളയൊക്കെ ഒരു കുഞ്ഞ് അടുക്കളയായിരുന്നു കേട്ടോ. അപ്പം അത് നീട്ടിയെടുത്തതാണ്. ഇപ്പം ഇത് ഇത്തിരി അടുക്കള നീട്ടിയെടുത്തത്. ഇതൊക്കെ അനിയൻ പോയതിന് ശേഷം ചെയ്തതാണ് കേട്ടോ. അവൻ ഗൾഫ് പോയതിന് ശേഷമാണ് അടുക്കള അതുപോലെ തന്നെ അതേ മുകളിലോട്ടൊക്കെ എടുത്തത് അവൻ പോയതിന് ശേഷമാണ്. അപ്പോൾ പണി നമ്മൾ പകുതിക്ക് വെച്ച് അങ്ങ് നിർത്തി. ഇനിയിപ്പോൾ അവൻ വരാനായിട്ടുണ്ട്. ഇനി അവൻ വന്നിട്ട് തേപ്പ് കാര്യങ്ങൾ, പിന്നെ വയറിങ്, പ്ലംബിങ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വീട് തന്നെ ഒന്ന് മൊത്തത്തിൽ മാറ്റിയെടുക്കണം. കാരണം ഷേപ്പ് തന്നെ മാറിയിട്ടുണ്ട് വീടിൻ്റെ. നല്ല പണിയുണ്ട് കേട്ടോ. അത് തീരെ എപ്പോഴാണെന്നൊന്നും അറിയില്ല. അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബോധം പോകും. പിന്നെയെന്ന് പറയുന്നത്, അയ്യോ എന്നെ പിടിച്ച് വലിക്കുന്നു മുള്ള കാട് കണ്ടില്ലേ. ഇനി അവൻ വരുന്നതിനെ അടുപ്പിച്ചിട്ട് നമ്മളിവിടെയൊക്കെ എന്താ പറയുന്നത്, ഈ കാടെല്ലാം വെട്ടിക്കളയുള്ളൂ കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് വെട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം കിളിർത്ത് വരും ഗൈസ്. അങ്ങനെയാണ്, വയലാണല്ലോ. അപ്പം അതേ ഞങ്ങളുടെ റോസാച്ചെടി ഉണ്ടോ ഒക്കെ നശിച്ചു എന്നല്ല, ചെടികളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. ബാക്കിയെല്ലാം കാട് മൂടി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ അവൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും നമ്മുടെ പണികൾ, വീട് പണികൾ. ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറി ചെല്ലാം. നിങ്ങൾക്കൊരു ഹോം ടൂർ പോലെ ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം വീടാകെ അലങ്കോലമായി കിടക്കുകയാണ്. പണ്ടത്തെ കൊലായിയാണ്, ഇപ്പോഴത്തെയും കൊലായിയാണ് കേട്ടോ. പട്ടികളൊക്കെ കയറിയിട്ട് ഫുൾ കണ്ടോ, ഫുൾ കാൽപ്പാടുകളൊക്കെ. അപ്പം ഇത് ഒരു റൂമായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഹോം ടൂറിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു റൂമായിരുന്നു, ഇത് അനിയൻ്റെ റൂമായിരുന്നു. കണ്ടോ, അവൻ വരച്ച ചിത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഫുൾ പൊടിയും വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ അതിലൊന്നും കമൻറ്റ് ചെയ്യേണ്ട, കാരണം ഇത് ഇവിടെ ഇപ്പോൾ ആരും നിൽക്കുന്നില്ലല്ലോ. അവൻ വരച്ച കൃഷ്ണനായിരുന്നത്. അപ്പോൾ അവൻ അത്യാവശ്യം ചിത്രം വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത് അവൻ്റെ ഒരു കുഞ്ഞു റൂമായിരുന്നു. ഇത് നമ്മൾ പണിയെല്ലാം തുടങ്ങിയ സമയത്ത് നമ്മൾ ചെറിയൊരു ഭക്ഷണമൊക്കെ വെക്കാൻ ഭക്ഷണം കൊടുക്കണമല്ലോ പണിക്കാർക്ക്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു റൂം നമ്മൾ എന്താ പറയുന്നത്, അടുക്കള പോലെ അങ്ങ് ആക്കിട്ടോ. എല്ലാം പൊടിയാണ്, കയറിയിട്ടുണ്ടെങ്കിൽ തുമ്മും. അങ്ങനെ ഇതങ്ങനെ കേട്ടോ. അവൻ്റെ അലമാരയെല്ലാം ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം വൃത്തിയാക്കണം. പണി കഴിഞ്ഞിട്ട് ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ അനിയൻ്റെ റൂമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ അടുക്കള. ഓക്കെ, ഇനി ഇത് ഹോള്. ഇത് ഞങ്ങളുടെ കുഞ്ഞു ഹോളാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിയത് അമ്മ ഗൾഫ് പോയതിന് ശേഷമാണ്. നമ്മളൊരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ വെച്ചൊരു കുഞ്ഞു വീടാണ്. കുഞ്ഞു വീട് എന്ന് പറയുന്നത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈഫിൻ്റെ വീട് കിട്ടൂലേ, അങ്ങനെ പാസ്സായ വീടായിരുന്നു കേട്ടോ. അതൊരു 300 സ്ക്വയർ ഫീറ്റേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരുന്നു നമ്മളെ വീട്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ വീടാണ്. ചെറിയ വീടാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ വീടല്ലേ. അതുകൊണ്ട് അവർ ആ ഒരു പ്ലാനിൽ 300 സ്ക്വയർ ഫീറ്റിൽ ചെയ്തൊരു വീടായിരുന്നു. അതുകൊണ്ട് ചെറിയ ഹാളാണ്, കുഞ്ഞു ഹാള്, കുഞ്ഞ് 2 റൂം. അപ്പൂൻ്റെ കൊച്ചിൻ്റെ റൂം, എൻ്റെ അനിയൻ്റെ റൂം വളരെ ചെറുതാണ് കേട്ടോ. കുഞ്ഞ് റൂമാണ് അവൻ്റെത്. ഞങ്ങളുടെ റൂം കുറച്ചുകൂടെ വലുപ്പമുണ്ട്. അപ്പം അങ്ങനെ എടുത്തൊരു വീടായിരുന്നു കേട്ടോ. നമ്മളും കുറച്ച് പൈസ എല്ലാം കൂട്ടിയിട്ടാണ് വീട് പണിയെല്ലാം തീർത്തത്. പിന്നെ പനിയം പോയതിന് ശേഷമാണ് അവൻ മുകളിലോട്ടൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കമൻറ്റിൽ അയ്യോ എന്താ മോശപ്പെട്ടിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യരുത്. കാരണം എന്താ പറയുന്നത്, നമ്മൾ ഫുൾ അലങ്കോലായി കിടക്കാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇതാ ഇവിടെ കുറേ ഫോട്ടോ ഉണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട് ചേച്ചി ക്രിസ്ത്യാനിയാണോന്ന്. ക്രിസ്ത്യാനി അല്ല നിലവിൽ, പക്ഷെ അമ്മയ്ക്ക് മാതാവിനോടും ഈശോയിനോടൊക്കെയാണ് കൂടുതൽ ആരാധന. അപ്പം അമ്മ പള്ളിയിലൊക്കെ പോയി വരുമ്പോൾ വാങ്ങുന്ന ഫോട്ടോസൊക്കെയാണ് ഇട്ടത്. അല്ലാണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിയാണോ. ക്രിസ്ത്യാനി അല്ല, നമ്മൾ ഹിന്ദു തന്നെയാണ്. പിന്നെ അതാണ് എൻ്റെ അച്ഛൻ ആരും കണ്ടിട്ടില്ല. പലരും ചോദിച്ചിട്ടുണ്ട് അച്ഛൻ എവിടെയെന്ന്. അപ്പോൾ എൻ്റെ അച്ഛനാണ് ഇത്. ഞാൻ അച്ഛനെ പോലെയാണോ ഗൈസ്? എൻ്റെ അനിയൻ അച്ഛനെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അച്ഛൻ. ഇത് എൻ്റെ അമ്മയുടെ ഒരു ചേച്ചിയാണ് കേട്ടോ. ഇത് നമ്മുടെ അപ്പുണ്ണീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയതായിരുന്നു. ഇതൊക്കെ എനിക്കൊരു കുട്ടി ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. അതൊക്കെ പൊടിയായി, നമുക്കതൊക്കെ വൃത്തിയാക്കി എടുത്ത് റൂമെല്ലാം സെറ്റായിട്ട് റെഡിയാക്കി എടുക്കണം.
അപ്പൊ ഇതാണ് ഹാളിലൊരു അവസ്ഥ. ഇതാണ് റൂം. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം. ഇപ്പൊ റൂമെന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയാണ് കിടക്കുന്നത്. ഇതിലായിരുന്നു ഞാനും ഏട്ടനും വരുമ്പോ ഞങ്ങളുടെ റൂം ഇതാണ് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞ് അലമാരയുണ്ട്, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ചിട്ട്. കട്ടില് 2 ഉണ്ട് കേട്ടോ. ഒരെണ്ണം പുറത്തേക്കൊക്കെ ഇട്ടിരിക്കുകയാണ് പണീന്റെ ഭാഗമായിട്ട്. അതൊക്കെ നാശമായി. ഇനി എല്ലാം നമ്മൾ കട്ടിലെല്ലാം പുതിയത് വാങ്ങണം. ഒക്കെ അലങ്കോലായി കിടക്കണം. എന്തൊക്കെയൊക്കെയോ മേലത് ചാടിയിട്ടുണ്ട്. വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നിലവിലെ റൂം. ഇതൊക്കെ ഫാനെല്ലാം പൊടിയാണ്. ഇനിയിപ്പോൾ പണി മുഴുവനായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പെയിൻ്റൊക്കെ ചെയ്യണം. നമ്മുടെ പൈസ പോലെ നമ്മളെല്ലാം സെറ്റാക്കി എടുക്കും കേട്ടോ. എങ്ങനെയാണ് അവൻ വന്നിട്ട് അവൻ്റെ ഐഡിയ പോലെ ചെയ്യണം. ഇതെൻ്റെ സ്റ്റാൻഡായിരുന്നു, പൊട്ടിപ്പോയി. അപ്പോൾ ഈ റൂം അത്രേ ഉള്ളൂ കേട്ടോ. ഒക്കെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഹോം ടൂറായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റൂല ശരിക്കും, അങ്ങനെ അലങ്കോലായിട്ടാണ് കിടക്കുന്നത്. ഇനി ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞൊരു അടുക്കള. ചെറിയ അടുക്കളയായിരുന്നു കേട്ടോ. അവിടെയാണ് നമ്മൾ പൊളിച്ചിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. കുഞ്ഞൊരു അടുക്കളയായിരുന്നു. ചെറുത് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പുറത്തേക്ക് കാണാം. എന്നിട്ട് നമുക്ക് പോവാം. പിന്നെ ഇവിടെ ഒരു ബാത്റൂം കേട്ടോ. ഇത് ഞങ്ങളുടെ ബാത്റൂം ആയിരുന്നേ. പിന്നെ ഇനി നമ്മൾ പുറകു വശം ഒക്കെ തുരുമ്പ് പിടിച്ച് ചെതൽ പിടിക്കല, പൂത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നിലവിൽ അടുക്കളയായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. എടുത്തിട്ടിട്ടുണ്ട്. അവിടെ ജനൽ വരണം. ഇവിടെ ജനൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ വെക്കാനുണ്ട്. അപ്പം ഇത് നമ്മൾ അടുക്കള കുറച്ച് വലുപ്പത്തിലാണ് എടുത്തത്. നമ്മളത് കുഞ്ഞടുക്കളയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അടുക്കള കുറച്ച് വലിയ രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഫുൾ കാടാണ് കണ്ടോ. നമ്മൾ ഇറങ്ങുന്നോട് തന്നെ കാടാണ്. ഇതൊക്കെ ഇനി വൃത്തിയാക്കണം, എല്ലാം വൃത്തിയാക്കണം. ഇനി അനിയൻ വന്നിട്ട് അവനൊരു 2 മാസമൊക്കെ ആകുമ്പോൾ വരും. 2 മാസം 3 മാസം 2 മാസം കഴിയുമ്പോൾ വരുന്നതാണ് തോന്നുന്നത്. അപ്പം നമുക്ക് അവൻ വന്നതിന് ശേഷം വേണം നമുക്ക് എല്ലാം ഒന്നും കൂടെ എല്ലാം മാറ്റി മറിക്കാൻ. ഇനി മുകളിലോട്ട് കാണിച്ചു തരാം. മുകളിലോട്ട് പണിയുണ്ട് കേട്ടോ. പണി ഒരുപാടുണ്ട്. നമ്മൾ തുടങ്ങിയാലേ കൈ വെച്ചാലേ നമുക്ക് അറിയുള്ളൂ എന്തൊക്കെ ചെയ്യണത്. നല്ല മണി ഇനിയും അവൻ ഇറക്കേണ്ട വരുന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ ഒരു കട്ട് ചെയ്യാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ചുമരുണ്ടാവില്ല, അത് കട്ട് ചെയ്യണം. അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ചേച്ചി ഈ വീഡിയോ കാണിച്ചതല്ലേന്ന് ഇപ്പോൾ പല കൂട്ടുകാരും പറയും, കാണാത്തവരും ഉണ്ട്. അവരാവശ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ. ഇത് ഒരു ബാത്റൂമാണ്. മുകളിൽ നമ്മളൊരു കുഞ്ഞ് ബാത്റൂം എടുത്തിട്ടുണ്ട്. അതാണിത് കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു ഹാളുണ്ട്, ചെറിയൊരു ഹാൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അനിയൻ്റെ റൂം. അവന് റൂം മുകളിൽ എടുത്തിട്ടുണ്ട്. വലിയ റൂമൊന്നുമല്ല, താഴെ എങ്ങനെയാണോ എനിക്കുള്ള റൂം എങ്ങനെയാണോ അതുപോലെ ഒരു കുഞ്ഞു റൂം. പക്ഷെ അവനെ സംബന്ധിച്ച് ഇത് വലിയ റൂമാണ്. കാരണം അവൻ ഇതിലും ചെറിയ റൂമിലായിരുന്നു കിടന്നത്. അതുകൊണ്ട് അവനിത് വലിയ റൂമാണ്. അപ്പോൾ ഒരു കുഞ്ഞു റൂം. ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, കബോർഡ് വെക്കാനോ എന്തൊക്കെയോ പരിപാടിയാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ഗൈസ്. അപ്പം ഇതാണ് മുകളിലൊരവസ്ഥ. പിന്നെ പുറത്ത് ഞാൻ പോകണോ? പുറത്ത് ഇവിടെ കല്ലൊക്കെ വെച്ച് സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ് അമ്മ. ഇനിയിപ്പോൾ ഞാൻ തുറക്കണ്ടല്ലോ. തുറക്കുന്നില്ല കേട്ടോ. ഞാൻ ഇതിലേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഒരു സിറ്റ് ഔട്ട് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം പോലെ. അതാണ് പുറത്തേക്ക്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നിലവിൽ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീട്. അപ്പം എൻ്റെ വീട് പലരും ചോദിച്ചിട്ടുണ്ട്. നല്ല സീനാണ് കേട്ടോ, സീനറിയാണ് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല വ്യൂവും, അതുപോലെ തന്നെ നമുക്ക് രാവിലെയൊക്കെ വന്നിരിക്കും നല്ല വൈബാണ്. രാവിലെ ഈ മഞ്ഞൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പം ഇങ്ങനെ നല്ല രസമാണ്. ഇപ്പം മുകളിലും കൂടെ എടുത്തതുകൊണ്ട് മുകളിൽ നിന്ന് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പം നമ്മളുടെ ഇവിടെ നിന്ന് നോക്കിയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. കണ്ടോ, ആകാശം നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതാണ് എൻ്റെ റിയലായിട്ടുള്ള സ്വർഗം. എല്ലാവരും പലരും ചോദിച്ചിട്ട് ചേച്ചിയുടെ വീടൊന്ന് കാണിക്കുമോ, ചേച്ചിയുടെ വീട് എവിടെയാണ്, ചേച്ചിയുടെ അമ്മ കൂടെയാണല്ലോ, അപ്പോൾ ഇപ്പം നിൽക്കുന്നതാണോ നിങ്ങളെ വീട്, ചേച്ചി ചേട്ടൻ്റെ വീട്ടിലല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, അങ്ങനെ പല 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 ക്വസ്റ്റ്യൻസാണ്. അപ്പം എൻ്റെ വീട് ഇതാണ്, എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഉള്ള വീട് ഇതാണ്.
പിന്നെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന വീട് വാടക വീടാണ്. ഏട്ടൻ്റെ വീടല്ലാന്ന് പലർക്കും അറിയാം. കാരണം ഏട്ടൻ്റെ വീട് കൂടുതലും ഏട്ടൻ്റെ വീടായിരിക്കും വീഡിയോസ് കണ്ടിട്ടുണ്ടാവുക. അപ്പം ഏട്ടൻ്റെ വീട്ടിലല്ല നമ്മൾ നിൽക്കുന്നത്, ഇപ്പോൾ വാടക വീട്ടിലാണ്. അപ്പം എൻ്റെ വീട് എവിടെയെന്ന് അറിയേണ്ടവർക്ക് വേണ്ടി ചോദിച്ചാണ്, അല്ല കാണിച്ചു തന്നതാണ്. ഇതിനു മുമ്പ് ഹോം ടൂറായിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പോഴും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്ത് പോയി. പക്ഷെ ഇപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് കൂടുതൽ അംഗങ്ങൾ വന്നതുകൊണ്ട് തന്നെ അവർക്ക് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ വീണ്ടും ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം ഇതിപ്പം മുകളിലേക്ക് എൻ്റെ അനിയൻ ഗൾഫിലെല്ലാം പോയി, അവൻ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് സ്വരുക്കൂട്ടിയിട്ട് അവൻ പറഞ്ഞ പ്രകാരം നമ്മൾ എന്താ പറയുന്നത് ചെറിയ രീതിയിൽ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഒന്ന് വാർത്തിട്ടിട്ടുണ്ട്. ഇനി ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട്. ഇനി അവൻ വന്നിട്ടാവാന്ന് വിചാരിച്ചു. കാരണം കുറച്ച് മണിയും നമ്മുടെ കയ്യിൽ വേണം. അപ്പം എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് അവൻ വന്നിട്ട് നമുക്ക് തേപ്പും അതുപോലെ വയറിങ്, മുകളിലോട്ടുള്ള പ്ലംബിങ്, അങ്ങനത്തെ പരിപാടികളുണ്ട്. നിലമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ കുറേ പരിപാടികൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതല്ല ഇനി അവൻ വരട്ടെ. അപ്പം ഇതാണ് എൻ്റെ വീട്. ഇനിയിപ്പോൾ എന്താ, അപ്പം അത് കുറച്ച് കൂട്ടർ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തത്. പിന്നെ നമുക്കൊരു കുഞ്ഞു വീടായിരുന്നു ഇതിന് മുമ്പുള്ളത്. എൻ്റെ പഴയ ചാനലൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഒരു കുഞ്ഞു വീടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്നാണോ ബ്ലോക്ക് എന്നാണോ എനിക്കറിയാം, ലൈഫിൻ്റെ വീട് പാസ്സാവുമല്ലോ നമ്മൾ വീടിനെ അപേക്ഷിച്ചിട്ട്. എൻ്റെ അറിവിൽ ഞങ്ങൾ വർഷങ്ങളോളം എത്രയോ വർഷം, എനിക്കൊരു 21 വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു വീട് പണിയുന്നത്. ഇതിൻ്റെ 2ാം നിലയല്ല, ഫസ്റ്റ് നില ആദ്യമായിട്ടൊരു വീട് പണിയുന്നത്. അതായത് എനിക്ക് അപ്പുണ്ണിക്ക് 1 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീട് ഉണ്ടാക്കുന്നത്. അതുവരെയും ഞങ്ങൾ വാടക വീട്ടിലാണ് നിന്നിരുന്നത്. അമ്മ ഗൾഫിൽ പോയി നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഒരു 5 സെൻറ്റ്, അന്നൊക്കെ 5 സെൻറ്റ് വാങ്ങാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ ഒരു 5 സെൻറ്റ് സ്ഥലമെല്ലാം വാങ്ങിയിട്ടു. ശേഷം കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ എൻ്റെ കാതിലും അമ്മയുടെ കാതിലും കയ്യിലൊക്കെ ഉണ്ടാക്കി അമ്മ ഗൾഫ് വിട്ടു. ഗൾഫ് ജീവിതം ഒഴിവാക്കി ഇങ്ങോട്ട് വന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ വീടിനെ അപേക്ഷിച്ച് നമുക്ക് വീട് പാസ്സായിട്ട് ഒരു 300, അന്ന് ഉണ്ടല്ലോ 300 സ്ക്വയർ ഫീറ്റ് നമുക്ക് വീട് പാടുള്ളൂ. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത് തന്നെ കിട്ടുന്നത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു വളരെ വലിയൊരു സ്വപ്നമാണ് നമുക്ക് വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും. ഇപ്പോഴും എനിക്കിപ്പോഴും ഉള്ളൊരു സ്വപ്നം വീടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു വീട് വെക്കണം, അത് വേറെ, അതവിടെ നിൽക്കട്ടെ. ആദ്യം ഈ സ്വപ്നം ഒന്ന് കഴിയട്ടെ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പണി തീരണമെന്നാണ് എൻ്റെ അടുത്ത സ്വപ്നം. അങ്ങനെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീടൊക്കെ പാസ്സായി. അങ്ങനെ നമ്മൾ ആ ഒരു ഫണ്ട് നമുക്കൊരു സഹായം ആവുകയുള്ളൂ. അത് കൂടാണ്ട് നമ്മൾ ഈ പറഞ്ഞ സ്വർണ്ണങ്ങളും കാര്യങ്ങളും അമ്മയുടെ സേവിങ്സും അങ്ങനെയൊക്കെ ഇതാക്കിയിട്ടാണ് നമ്മളൊരു കുഞ്ഞു വീട് മുഴുവൻ പണി തീർത്തിട്ടാണ് എടുത്തത് കേട്ടോ. നമ്മൾ ടൈല് പണി അടക്കം തീർത്ത് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ക്ലിയറിന് അങ്ങനെ ആ വീട് നമ്മൾ റെഡിയാക്കി എടുത്തു. അതിലായിരുന്നു ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. കുഞ്ഞു വീടാണെങ്കിലും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അനിയൻ്റെ റൂം ഈ പറഞ്ഞ പോലെ കുഞ്ഞു റൂമായിരുന്നു. നിങ്ങൾക്കറിയാം ഒരു 300 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ എടുക്കും. കാരണം ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ടായി, ഒരു ചെറിയൊരു ഹാള്, ചെറിയ 2 റൂം, അങ്ങനെ ഒരു ബാത്റൂം, ഒരു അടുക്കള. ഇതൊക്കെ ഇതിൽ വരുമ്പോൾ നമുക്ക് റൂമൊക്കെ എത്ര ചെറുതായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അനിയൻ്റെ റൂം വളരെ ചെറുതായിരുന്നു. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവന് ഭാവിയിലൊരു റൂം എടുക്കണം നല്ലതായിട്ട്. അവനെടുത്ത റൂമാണെങ്കിലും വലിയ റൂമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം ഞങ്ങൾ താഴത്തുള്ള റൂം, ഞങ്ങൾ യൂസ് ചെയ്യുന്ന റൂമിൻ്റെ അത്ര പോകുന്ന റൂം എടുത്തു. ഇനി ബാക്കി പണികളൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തീരണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീടിൻ്റെ തൊട്ട് അപ്പുറം തന്നെയാണ് ആ സ്ഥലം. ഭാവിയിൽ വീട് എടുക്കുമെന്ന് വെച്ചാൽ വീട് ഞങ്ങളുടെ ആഗ്രഹമാണ്. പക്ഷെ അവിടെ എടുക്കുമെന്ന് വെച്ചാൽ അതല്ല. കാരണം ഇവിടെ കണ്ടില്ലേ ഭയങ്കര വഴിയും കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, സ്കൂളിൽ പോകണേ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ നമ്മൾ വേറെ സ്ഥലം എടുക്കും. അതിനനുസരിച്ച് പൈസ കാര്യങ്ങളൊക്കെ നമുക്ക് വരികയാണെങ്കിൽ. അപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ വീട് വെച്ചിട്ട് നമുക്ക് ഈ പാലെങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്ക് വണ്ടികൾ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൂനെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടാണ്, എല്ലാം ബുദ്ധിമുട്ടാണ് കേട്ടോ. മഴയൊക്കെ വന്നാൽ ഇവിടുന്ന് മാറി നിൽക്കണം, അങ്ങനത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്കൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ഗൈസ്. കാരണം തൊട്ടിപ്പുറമുള്ള സ്ഥലം കേട്ടോ 10 സെൻറ്റ് ഇവിടെ വാങ്ങിയിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീടും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഭാവിയിൽ നമുക്ക് വീടൊക്കെ വെക്കണം. അപ്പോൾ സ്ഥലമുണ്ട് കേട്ടോ നമുക്ക്. ഇതാണ് നമ്മുടെ സ്ഥലം. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം, പോകാൻ നേരത്ത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ. അപ്പോൾ തൊട്ടിപ്പുറം എൻ്റെ വീടല്ലേ നിങ്ങൾ ഈ കാണുന്നതാ, ഇവിടുന്നതാ. ഇതാണ് നമ്മുടെ സ്ഥലം തൊട്ടടുത്ത്. ഞങ്ങളുടെ സ്ഥലം നന്നായിട്ടൊന്ന് കാണിച്ചു തരാം. നന്നായിട്ട് കാണിച്ചു തരാനൊന്നുമില്ല. ഇത് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സ്ഥലവും ഞങ്ങളുടെ വീടും. ഇതാണ് തൊട്ടിപ്പുറം. ഇത് ഞങ്ങളുടെ കിണറാട്ടോ. കിണറൊക്കെ മൂടിപ്പോയി, കാട് കൊണ്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ തൊട്ടിപ്പുറം നിങ്ങൾ കാണുന്നില്ലേ, ഇതൊരു 10 സെൻറ്റ് ഉണ്ട് സ്ഥലം. ഈ 10 സെൻറ്റ് ഇവിടെയൊക്കെ നമുക്ക് അതിരുണ്ടായിരുന്നു കേട്ടോ. വേലിക്കല്ലെല്ലാം അവിടെ വീണ് കിടക്കുന്നത്. ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീന, വെള്ളമായിട്ട് ആ തോട്ടിലുള്ള വെള്ളമെല്ലാം കയറും. കാരണം ഇതിൻ്റെ ഇപ്പുറം തോടാ,
അതിൻ്റെ അപ്പുറം തോടാണുള്ളത്. അതൊക്കെ വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്ഥലം. പക്ഷെ ഇവിടെ നമ്മൾ വീട് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ വീട് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം നമ്മളെ കയ്യിൽ നല്ലൊരു സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് പൊതുവേ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കാരണം നമുക്കിവിടെ സൗകര്യം കുറവാണ്. വെറുതെ അങ്ങ് വാങ്ങിയിട്ടേ ഉള്ളൂ. കാരണം വഴിയാണെങ്കിലും വണ്ടിയാണെങ്കിലും ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ വളഞ്ഞൊരു വഴി എന്ന് പറയുന്നത് ഈ ഒരു വഴിയില്ലേ, ഇത് കറങ്ങി വരണം. ഇത് സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മുടെ അപ്പുണ്ണിക്ക് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല നിലവിൽ. ഇതാണ് ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങളുടെ സ്ഥലം. ഇനി പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ നമ്മൾ ഒരു വഴിയും ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വീടും വെച്ചെന്നും വരും. ഒക്കെ ദൈവാനുഗ്രഹം പോലെയും വിധി പോലെയൊക്കെ നടക്കും. എന്തായാലും ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട് 10 സെൻറ്റ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഞങ്ങളുടെ സ്ഥലം. കുറച്ച് കൂട്ടുകാരൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നവർക്ക് എൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടാവുമല്ലോ. പഴയ വീഡിയോസിലൊക്കെ നോക്കിയാൽ കാണാം. എൻ്റെ വീട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എത്രയോ പഴയ വീഡിയോസ് എടുത്ത് നോക്കേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടാവും തപ്പിപ്പിടിച്ചിട്ട്. അപ്പം ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ആവശ്യപ്പെട്ടവർക്കുള്ള വീഡിയോ ആണ്. അപ്പം എന്താ പറയുക, അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം ഇനി പണിയൊക്കെ തീർത്തിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് പണിയെല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹോം ടൂറായിട്ട് വരാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷത്തിലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും